പലതരം ചേരുവകൾ. നമ്മളിന്ന് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. എഗ്ഗും പൊട്ടറ്റോയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. പൊട്ടറ്റോ എഗ്ഗ് കട്ട്ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ. ഞാൻ ഈ റെസിപ്പി കണ്ടത് ഡബിൾ എഗ്ഗ് എന്ന് പറഞ്ഞിട്ടൊരു പേരിലാണ് കേട്ടോ. എഗ്ഗ് ഡബിൾസ്, അങ്ങനെയാണ് ഞാൻ ഈ റെസിപ്പി കണ്ടത്. ടേസ്റ്റ് സൂപ്പർ ആട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എഗ്ഗ് ഡബിൾ തയ്യാറാക്കാനായിട്ട് 5 മുട്ടയാട്ടോ ഞാൻ എടുക്കുന്നത്. നന്നായി വാഷ് ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം. മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കാം. കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരി ഇട്ട് ഒരു 5-8 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പത്തേനും മുട്ട വെന്തിട്ടുണ്ടാവും. വെന്ത ശേഷം തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി ചൂടാറിയ ശേഷം തൊണ്ട് കളഞ്ഞെടുക്കാം. ഉപ്പും വിനാഗിരിയും ചേർക്കുന്നതുകൊണ്ട് മുട്ടയുടെ തൊണ്ട് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. തൊണ്ടറിഞ്ഞെടുത്ത ശേഷം മുട്ടകളെല്ലാം ഇതുപോലെ ഒന്ന് പിളർത്തി വെക്കുക. അതിനുള്ളിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി ഇടാം. ഇതിനെ ഇവിടെ മാറ്റി വെക്കാം. എഗ്ഗ് നമ്മൾ പൊട്ടറ്റോയുടെ മസാല വെച്ച് കോട്ട് ചെയ്താണ് ഫ്രൈ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു 5 മുട്ടയ്ക്ക് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 3 പൊട്ടറ്റോ വേണ്ടി വരും കേട്ടോ. ഇത് തീരെ ചെറിയ പൊട്ടറ്റോ ആയതുകൊണ്ട് 4 ഞാൻ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ തൊണ്ടറിഞ്ഞ ശേഷം വാഷ് ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വിസിലൊന്ന് വെന്ത് കഴിഞ്ഞാൽ പൊട്ടറ്റോ വെന്തിട്ടുണ്ടാവും കേട്ടോ. പൊട്ടറ്റോ വെന്ത് ചൂടാറിയ ശേഷം ഒരു സ്ട്രെയിനറിൽ അരിച്ചെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് ഇതുപോലെ ഇട്ട് ഉടച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു മസാലപ്പൊടി തയ്യാറാക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ലോ മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 4 വറ്റൽമുളക്, 1 ഇഞ്ച് പട്ട, 5 ഏലക്ക, കൊറിയാണ്ടർ, മുഴുവനായിട്ടുള്ള കൊറിയാണ്ടർ 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്ര ഇട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. പുകഞ്ഞു പോവാതെ ചൂടാക്കണേ. മസാല നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടാറി കഴിഞ്ഞ ശേഷം പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് പൊട്ടറ്റോ മസാല റെഡിയാക്കാം. അതിനായിട്ട് പാൻ ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കാം. 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയ ശേഷം 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാള മീഡിയം സൈസിലുള്ള 2 എണ്ണം വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തതാട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേനും ഇതുപോലെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് നല്ല ജീരകം പൊടിച്ചതാണ് കേട്ടോ. അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലകളുടെ പച്ച സ്മെല്ലൊക്കെ പോണ വരെ ഒരു 10-45 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഉടയാതെയൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഗരം മസാലപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലപ്പൊടിയാണ്, 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ ലീവ്സ് അരിഞ്ഞതും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അത് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ഞാൻ ഇച്ചിരി ചെറുനാരങ്ങാനീരും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള പ്രോസസ്സ് കട്ട്ലേറ്റ് പോലെ തന്നെയാണ് കേട്ടോ. കട്ട്ലേറ്റിന്റെ പോലെ കോട്ടിങ് കൊടുത്താണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അതിനായിട്ട് ബ്രെഡ് ക്രംസ് വേണം. ഞാനൊരു 3-4 ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകൾ വന്നുകൊണ്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തതാട്ടോ.
അപ്പോൾ കോട്ടിങ്ങിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കുക. അതിനൊക്കെ ശേഷം കുറച്ച് മസാല എടുക്കാം. ഇതേ രീതിയിൽ പരത്തി കൊടുക്കാം കേട്ടോ. അതിൻ്റെ അകത്ത് മുട്ട വെച്ചാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയിടാം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അതേ രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം എഗ് ബാറ്ററിൽ ആദ്യം മുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം വീണ്ടും എഗ്ഗിൻ്റെ ബാറ്ററിൽ ഒന്നും കൂടി ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ വീണ്ടും പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടാനാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കോട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതേ രീതിയിൽ കംപ്ലീറ്റ് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ഇവിടെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി തിളച്ച ശേഷം മാത്രം ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിലൊക്കെ വെന്തിരിക്കണോണ്ട് ഒത്തിരി ടൈമൊന്നും വേണ്ട കേട്ടോ. പുറം ഭാഗം ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായ ശേഷം ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഇതേ രീതിയിൽ കംപ്ലീറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 5 മുട്ട കൊണ്ട് 10 എണ്ണമാണ് നമുക്ക് കിട്ടിയത്. കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 കോട്ടിംഗ് ഒക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് ഭയങ്കര നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതാട്ടോ അകത്തുനിന്നുള്ള സ്ട്രക്ചർ. താങ്ക് യു.